നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമോ, മുഖ്യമന്ത്രി നിയമസഭയിൽ എന്താണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്താണ് ആവശ്യപ്പെട്ടത്, പുതിയ പരിശോധന വരുമോ, വാർഷിക മസ്റ്ററിംഗ് എപ്പോഴാണ്, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, രേഖകൾ സമർപ്പിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും, ജൂലൈ മാസത്തിൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം, വീഡിയോയിൽ പറയുന്ന വിവരങ്ങൾ നിയമസഭാ ചർച്ചകൾ, സർക്കാർ പ്രഖ്യാപനങ്ങൾ, റിപ്പോർട്ടുകൾ, പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ മാസവും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ. പ്രായമായവർ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ സ്ത്രീകൾ, അതുപോലെ കർഷകർക്കുള്ള പെൻഷൻ, ഇങ്ങനെ നിരവധി വിഭാഗങ്ങൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ട്. അതിനിടയിലാണ് നിയമസഭയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് വീണ്ടും ചർച്ച നടക്കുന്നത്. നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്ന തരത്തിൽ പരാമർശങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്ന് കൂടുതൽ തുകയിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. സർക്കാർ ഇതിനിടയിൽ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിവിധ റിപ്പോർട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 3000 രൂപ ലഭിച്ചു തുടങ്ങിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിക്കുകയും അതിൽ പ്രധാനമായും തുക, പ്രാബല്യ തീയതി, വിതരണം ആരംഭിക്കുന്ന ദിവസം എന്നിവ വ്യക്തമാക്കുകയും ചെയ്ത ശേഷമേ അന്തിമ തീരുമാനം നിലവിൽ വരികയുള്ളൂ. നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും പെൻഷൻ സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണെന്നും സഭയിൽ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത് നിരവധി ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ മറ്റൊരു പ്രധാന കാര്യം ഉന്നയിച്ചു. പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാർ വിശദമായി പരിശോധിക്കണമെന്നും യഥാർത്ഥ അർഹർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം പറയാം, ഭാവിയിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി സർക്കാർ ഓരോ വർഷവും വിവിധ പദ്ധതികളിൽ അർഹത പരിശോധന നടത്താറുണ്ട്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും അർഹനാണോ, വരുമാന പരിധി പാലിക്കുന്നുണ്ടോ, വിലാസം മാറിയിട്ടുണ്ടോ, ജീവനോടെയുണ്ടോ, വിവാഹസ്ഥിതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമായ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക. വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച് ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഔദ്യോഗിക ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് മാസത്തോടെ മസ്റ്ററിംഗ് ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ എവിടെ പോകണം, എന്ത് രേഖ വേണം, എത്ര ദിവസം സമയം, എല്ലാം സർക്കാർ അറിയിക്കും. അതുവരെ വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കരുത്. മറ്റൊരു പ്രധാന വിഷയം മൊബൈൽ നമ്പർ ലിങ്കിംഗ് ആണ്. പഴയ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പുതുക്കുന്നതിന്റെ ഭാഗമായി ആക്റ്റീവ് മൊബൈൽ നമ്പർ ശേഖരിക്കുന്ന നടപടികൾ ചില പ്രദേശങ്ങളിൽ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ വിവരങ്ങൾ ചോദിച്ചാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ മാത്രം നൽകുക, OTP ലഭിക്കുന്ന നമ്പർ നൽകുക, പഴയ നമ്പർ ഒഴിവാക്കുക. ചില വിഭാഗം ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, മറ്റാവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതായി വന്നിരുന്നു. അർഹരായവർ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രേഖ സമർപ്പിക്കാത്തവർക്ക് പിന്നീട് പരിശോധന സമയത്ത് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നിയമസഭാ ചർച്ചകളിൽ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായും സാമൂഹ്യ സുരക്ഷാ വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ മാത്രമേ അന്തിമമായി സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഗുണഭോക്താക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്: ആധാർ വിവരങ്ങൾ പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പുവരുത്തുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, പഞ്ചായത്ത് ഓഫീസിൽ ആവശ്യമായ വിവരങ്ങൾ അന്വേഷിക്കുക,
ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോഴും പല സംശയങ്ങളുണ്ട്, കമന്റ് ബോക്സിൽ വരുന്നതാണ്. അതിന് ഞാൻ റിപ്ലൈ തരാം. എനിക്ക് പെൻഷൻ തുടരുമോ, എന്റെ പേര് ലിസ്റ്റിലുണ്ടോ, രേഖകൾ വീണ്ടും നൽകേണ്ടി വരുമോ, മൊബൈൽ നമ്പർ മാറ്റിയാൽ എന്ത് സംഭവിക്കും, അതുപോലെ ഇത്തരം ചോദ്യങ്ങൾ ദിവസവും ഉയരുന്നുണ്ട്. ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അർഹരായ ആളുകൾക്ക് കൃത്യമായ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് വിവിധ പരിശോധനകളും വിവരശേഖരണങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന വരുന്നു എന്ന വാർത്ത കേട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവാണെങ്കിൽ ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം, പലരും വർഷങ്ങൾക്ക് മുൻപ് നൽകിയ മൊബൈൽ നമ്പറാണ് ഇപ്പോഴും രേഖകളിലുള്ളത്. പക്ഷേ ആ നമ്പർ ഉപയോഗിക്കാത്തവരും ധാരാളമുണ്ട്. ഭാവിയിൽ സർക്കാർ അറിയിപ്പുകൾ, OTP പരിശോധനകൾ, വിവര സ്ഥിരീകരണം തുടങ്ങിയ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ രേഖകളിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലോ വിവരങ്ങൾ ചോദിച്ചാൽ കൃത്യമായ വിവരങ്ങൾ മാത്രം നൽകുക. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, പുതിയ പരിശോധന വന്നാൽ പഴയ ഗുണഭോക്താക്കളെ ഒഴിവാക്കുമോ എന്നതാണ്. ഇതിന് വ്യക്തമായ ഉത്തരം, പരിശോധനയുടെ ലക്ഷ്യം അർഹരായവരെ ഒഴിവാക്കുക എന്നതല്ല. അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാം. അതേസമയം എല്ലാ അർഹരായ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ഇനി ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും ഒരു കാര്യം പറയാം. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ലഭിക്കുന്നതെങ്കിൽ അക്കൗണ്ട് സജീവമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. വളരെ കാലമായി ഉപയോഗിക്കാത്ത അക്കൗണ്ട് ആണെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കിൽ പോയി ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുക. അതുപോലെ ബാങ്ക് പാസ്ബുക്കും ആധാർ വിവരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുക. പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് 1700 കയറിയുള്ളൂ, എനിക്ക് 1800 രൂപയെ കയറിയുള്ളൂ എന്നുള്ള കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം, ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. കാരണം എന്തെങ്കിലും ബാങ്ക് ചാർജ് അതിൽ ഈടാക്കിയിട്ടുണ്ടെങ്കിലായിരിക്കും ഒരു പക്ഷേ ആ 300 രൂപ ചാർജ് പോയിട്ടുണ്ടാവുക. അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ്, AC ഉള്ളത് കൊണ്ട് എൻ്റെ പെൻഷൻ നഷ്ടമാവുമോ എന്നുള്ള ചോദ്യം. ഒരിക്കലുമില്ല. കാരണം AC ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടില്ല. കാരണം ഒരുപാട് അസുഖം ബാധിച്ച ഒരുപാട് പേർ AC ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പുറത്തിറക്കുന്ന ഓരോ പുതിയ ഉത്തരവും ഓരോ പുതിയ അറിയിപ്പുകളും ഗുണഭോക്താക്കളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പുകൾ വന്ന അവ പൂർണ്ണമായും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്, നഗരസഭ, അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസിൽ നിന്ന് വ്യക്തത തേടുക. സുഹൃത്തുക്കളെ, ഈ ചാനലിന്റെ ലക്ഷ്യം ആരെയും തെറ്റിദ്ധരിപ്പിക്കുകയല്ല. സർക്കാർ പ്രഖ്യാപനങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ഉത്തരവാദിത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനാൽ പുതിയ ഉത്തരവുകൾ, പെൻഷൻ സംബന്ധിച്ച അറിയിപ്പുകൾ, മസ്റ്ററിംഗ് തീയതികൾ, ഗുണഭോക്തൃ പട്ടിക, അതുപോലെ PM കിസാൻ ന്യൂസ്, ഗവൺമെന്റ് ന്യൂസ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന മുറയ്ക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.